ഇനി എന്താണ് നൊബേൽ പ്രൈസിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് എന്ന് എല്ലാവരും ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇനിയും ചിന്തിക്കാനുണ്ട്, പറയാനുണ്ട് എന്നുള്ളതാണ്. അതായത് വൈറ്റ് ഹൗസ് വളരെ രൂക്ഷമായ ഭാഷയിൽ ഒരു നൊബേൽ പ്രൈസിനെ വിമർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയം കളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ അത് രാഷ്ട്രീയം കളിയായിരുന്നു. അങ്ങനെ കരുതേണ്ടി വരും. അതിനുള്ള മറുപടി പ്രജിത ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഇന്ത്യയിലെ പ്രമുഖ പത്രം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ തലക്കെട്ട് മാത്രം കണ്ടാൽ മതി. ഈ തലക്കെട്ടൊന്ന് വായിക്കൂ പ്രജിത. താങ്ക് ഗോഡ് ഇറ്റ്സ് നോട്ട് ട്രംപ്. താങ്ക് ഗോഡ് ഇറ്റ്സ് നോട്ട് ട്രംപ്. ദൈവമേ അത് ട്രംപ് അല്ല എന്നാണ്. എൻ്റെ ഗർഭം ഇങ്ങനല്ല എന്ന് ജഗദീഷ് കുമാറിന്റെ വലിയൊരു ഡയലോഗ് ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത്. അത് ട്രംപ് അല്ല, ഇത് തന്നെയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ട്രംപിനെങ്ങാനും ഈ രാഷ്ട്രീയം കളിച്ചിട്ട് ട്രംപിനെങ്ങാനും അത് കിട്ടിയിരുന്നെങ്കിൽ ലോകം ഇന്ന് ഇതെങ്ങനെയായിരിക്കും ഈ ഒരു വിഷയം ഇന്ന് ചർച്ച ചെയ്യുക? തലയ്ക്ക് കൈ കൊടുത്തു. നോബൽ സമ്മാന കമ്മിറ്റിയുടെ വിശ്വാസ്യതയെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമുക്ക് മുന്നിൽ വെനിസ്വേലയിലെ പ്രമുഖ പ്രതിപക്ഷ നേതാവ് മരിയ കൊറിന മച്ചോഡേക്ക് അല്ലേ, വളരെ ദീർഘമായൊരു തീപ്പൊരിയാണ്. വെനിസ്വേലയിലെ ഒരു തീപ്പൊരി എന്ന് അവർക്കത് ലഭിച്ചതിലൂടെ ആഗോള വേദിയിൽ ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. ആ കൊടുങ്കാറ്റിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ട്രംപിന് അത് കിട്ടിയില്ല എന്ന് പറയുന്നിടത്താണ്. നമ്മുടെ പ്രമുഖമായ പത്രങ്ങൾ, ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസ്, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അത് പറയുന്നത് പോലെ തന്നെ ഒരുപാട് പത്രങ്ങൾ, ടൈംസ് ഓഫ് ഇന്ത്യ, ഗാർഡിയൻ, NDTV, റോയിറ്റേഴ്സ് പറയുന്നത് വൈറ്റ് ഹൗസ് സെയ്സ് നോബൽ കമ്മിറ്റി പ്ലേസ് പൊളിറ്റിക്സ് ഓവർ പീസ് എന്നാണ്. ആ കാര്യമാണ് ഈ ഒരു പ്രസ്താവനയാണ് പ്രകോപനപരമായി വൈറ്റ് ഹൗസിന്റെ കമ്മ്യൂണിക്കേഷൻ വക്താവ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. സ്റ്റീവ് ച്യൂങ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. രൂക്ഷമായ ഭാഷയിലാണ് ഞങ്ങളുടെ ആൾക്ക് കിട്ടിയില്ല, അപ്പൊ അതിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് പറയുമ്പോൾ അത് ലഭിക്കേണ്ടത് തനിക്ക് ലഭിക്കേണ്ടതാണെന്ന് ട്രംപ് ആത്മാർത്ഥമായി അവകാശപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ്. അങ്ങനെ കിട്ടുമോ ഒരാൾക്ക്? അങ്ങനെ കിട്ടാൻ പാടില്ലല്ലോ. നമ്മൾ തന്നെ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് പ്രജിത, അരിപ്രാഞ്ചിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് തന്നെ അത് കിട്ടേണ്ടതാണെന്ന് പ്രജിത പറഞ്ഞ ഓർമ്മയില്ലേ? ശരിയാണ് അല്ലേ? അപ്പൊ ആ രൂപത്തിൽ അവർക്ക് കിട്ടണം. മച്ചുറായ്ക്ക് ലഭിച്ചത് അവരെ തെരഞ്ഞെടുത്തത് ഒക്കെ അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രൂപത്തിൽ എന്തുകൊണ്ട് ഈ വിഷയം ഇത്ര ശ്രദ്ധേയമാകുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട്. ഒരു ആഗോള പുരസ്കാരത്തെ ഒരു ഭരണകൂടം പരസ്യമായി വിമർശിക്കുന്നത് അത്യപൂർവമായ ഒരു സംഭവമാണ്. ഒരു ഭരണകൂടം എന്ന് പറയുന്നത് ഒരു ആഗോള പുരസ്കാരം എന്ന് പറയുന്നത് ചെറിയ പുരസ്കാരമൊന്നുമല്ല. ഇത്രയും വലുത്, ഇത്രയും വില പിടിച്ച ഒന്ന്, ഈ വിഷയം വൻ ശ്രദ്ധ നേടാൻ കാരണമായ പ്രധാനപ്പെട്ട ഘടകവും ഇത് തന്നെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു പുരസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു പ്രോത്സാഹന പുരസ്കാരം ട്രംപിന് കൊടുക്കാവുന്നതാണ്. സ്പെഷ്യൽ ജൂറി പുരസ്കാരം എന്നതാണ്. പുരസ്കാരത്തിന്റെ വിശ്വാസ്യതയുണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ സമ്മാനങ്ങളെ കുറിച്ചുള്ള വിമർശനം നോബൽ പുരസ്കാരത്തിന്റെ ആധികാരികതയെ പോലും ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ്. നമുക്ക് തന്നെ സംശയം തോന്നുന്ന രീതിയിൽ അതെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ, ട്രംപിനെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ, അവിടെയാണ് ഈ താങ്ക് ഗോഡ് ഇറ്റ്സ് നോട്ട് ട്രംപ് എന്ന തലക്കെട്ട് വളരെ പ്രസക്തമാകുന്നത്. ട്രംപിന്റെ സമാധാന നയം എന്താണ്, ഇത് എന്തുകൊണ്ട് ഈ വിഷയം ശ്രദ്ധേയമാകുന്നു എന്നുള്ളതിനുള്ള ഉത്തരമാണിത്. ട്രംപിന്റെ സമാധാന നയം, തൻ്റെ ഇടപെടലുകൾ പലപ്പോഴും ശാന്തി സാധ്യതകൾക്ക് വേണ്ടിയായിരുന്നു എന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടു. ഈ നയങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് ലോകം വിലയിരുത്തുന്നത് ട്രംപ് പറഞ്ഞിരുന്നത്. അപ്പോൾ അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ പ്രൈസ് നൊബേൽ പ്രൈസ് മാത്രമായിരുന്നു. ഇന്ത്യ ഒരു ചെറു അഭിപ്രായം പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ത്യയാണ് ഇതെല്ലാം തുടങ്ങി വെച്ചെന്ന് എനിക്ക് തോന്നുന്നു. തട്ടിക്കളഞ്ഞത് നമ്മളാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, അതായത് ഇന്ത്യയോട് പലതവണ പറഞ്ഞു നിങ്ങളും കൂടെ എനിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യണം. കാരണം പാകിസ്ഥാൻ റെക്കമെൻഡ് ചെയ്തു, ഇസ്രയേൽ റെക്കമെൻഡ് ചെയ്തു, പിന്നെ ഏതോ ഒരു രാജ്യം കൂടി റെക്കമെൻഡ് ചെയ്തതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇന്ത്യയോട് പറഞ്ഞിട്ടും ഇന്ത്യ പറഞ്ഞില്ല. ഇന്ത്യ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിന് വലിയൊരു വില ഉണ്ടാകുമെന്ന് ട്രംപ് വരെ മനസ്സിലാക്കിയതുകൊണ്ടാണ് അത്രത്തിൽ നീക്കം നടത്തിയത്. അപ്പൊ അങ്ങനെ ഒരു വലിയ വില ഇന്ത്യക്ക് ഉണ്ടാവുമായിരുന്നു അല്ലെ? അപ്പൊ ഇന്ത്യക്ക് വിലയുണ്ട് അല്ലെ? അതുകൊണ്ടാണല്ലോ കെഞ്ചി പറഞ്ഞത്. ഇന്ത്യയുടെ അഭിപ്രായത്തിന് വലിയ സാധ്യതയും ഉണ്ടായിരുന്നു കിട്ടാൻ. പക്ഷെ നമ്മൾ പറഞ്ഞാൽ, നമ്മളും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രജിതയ്ക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന അവാർഡ് കമ്മിറ്റി സമാധാനത്തിലുള്ള പുരസ്കാരം നമ്മൾ പറഞ്ഞാൽ, നമ്മൾ അനുകൂലിച്ചാൽ ട്രംപിന് കൊടുക്കുമെന്ന്? അത് കൊടുക്കില്ല. മാത്രമല്ല ഇന്ത്യയുടെ വില അവിടെ ഇടിയുകയും ചെയ്യില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും അല്ലേ? അതുകൊണ്ടാണ് നമ്മളത് പറയാറുന്നത്.
അങ്ങനെ പറയാൻ പാടില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ അന്താരാഷ്ട്ര പൊരുത്തക്കേടുകൾ എന്തൊക്കെയാണ്? മധ്യേഷ്യയിൽ ഗാസ, ഉക്രൈൻ തുടങ്ങിയ വിഷയങ്ങളിൽ അമേരിക്കൻ നയങ്ങൾ പലർക്കും പലയിടത്തും വിവാദമായിരിക്കെ ഈ വിമർശനം നിലവിലെ അന്താരാഷ്ട്ര പൊരുത്തക്കേടുകൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നു എന്നാണ്. അങ്ങനെയുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദം, മാധ്യമ സ്വാതന്ത്ര്യവും ഉണ്ട്. ഒരു ആഗോള അവാർഡ് പ്രഖ്യാപനത്തെ ഒരു സർക്കാർ എങ്ങനെ വിമർശിക്കുന്നു എന്നത് പ്രസ് സ്വാതന്ത്ര്യത്തെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും കുറിച്ചുള്ള ചർച്ചകളെ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ മറനീക്കി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്? പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്നത് എത്രത്തോളം ഗൗരവമുള്ള ഒന്നാണ്. ഇത്തരം കാര്യങ്ങളുടെ മുകളിൽ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട് എന്ന് ഈ ചർച്ചയിലൂടെ മറനീക്കി അത് പുറത്തു കൊണ്ടുവന്നിരിക്കുക. അതൊരു വലിയ കാര്യം തന്നെയായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ആഗോള മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ നമ്മളിങ്ങനെ കണ്ട് നോബൽ പുരസ്കാരം തനിക്ക് ലഭിക്കേണ്ടതാണെന്ന് ശ്രീമാൻ ട്രംപ് ആത്മാർത്ഥമായി അവകാശപ്പെട്ടിരുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ 2025 നോബൽ സമ്മാന പുരസ്കാരം ഈ വെനിസ്വേലിയൻ തീപ്പൊരിക്ക് ലഭിച്ചപ്പോൾ നമുക്ക് സമാധാനത്തിന് മുകളിൽ രാഷ്ട്രീയം, വൈറ്റ് ഹൗസിൻ്റെ രൂക്ഷ വിമർശനങ്ങളും ഒക്കെ കിടന്ന് കളിക്കുമ്പോൾ നമുക്ക് ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, ഇറ്റ്സ് നോട്ട് ട്രംപ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതെ, ഈ പറയുന്നത് പോലെ നമ്മളുടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു പുരസ്കാരം അമേരിക്കയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അമേരിക്കയുടെ സർവാധിപത്യം ഈ ഒരു നൊബേൽ പ്രൈസ് കമ്മിറ്റിക്ക് മേൽ ഉപയോഗിക്കാനുള്ള നീക്കം കൂടിയാണ് നടത്തിയത്. അതായത് ഒബാമയ്ക്ക് കിട്ടിയല്ലോ, ഒബാമ എന്ത് ചെയ്തിട്ടാണ് എന്നാണ് ട്രംപ് ചോദിച്ചത്. പക്ഷേ ഒബാമയ്ക്ക് കിട്ടിയത് ആരും പറഞ്ഞിട്ടായിരുന്നില്ല. നോർമലി എങ്ങനെയാണോ അതിന്റെ പ്രോസസ്സ് അതിലൂടെ കടന്നു വന്നിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ട്രംപ് ഈ അമേരിക്ക ഞങ്ങളാണ് സർവാധിപതികൾ എന്ന് പറയുന്ന അമേരിക്കയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതുണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കാനുള്ള ശ്രമം കൂടി നടത്തി അമേരിക്കയെ മറ്റു ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒന്നുകൂടെ അപമാനിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. സ്വയം അങ്ങനെ എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ശ്രീമാൻ ട്രംപ് ഈ വെനിസ്വേലിയൻ പ്രതിപക്ഷ ഊർജ്ജസ്വലയായ പ്രവർത്തക മരിയ കൊറിനോയുടെ ജീവിതം ഒന്ന് പഠിക്കേണ്ടതാണ്. അവരെക്കുറിച്ചൊന്ന് വായിക്കേണ്ടതാണ്. അവരെ ഒന്ന് അടുത്തറിയേണ്ടതാണ്. തനിക്ക് കിട്ടാമായിരുന്ന ഒരു സമ്മാനം മറ്റൊരാൾ നേടിയെടുത്തപ്പോൾ എത്ര സമരതുല്യമായ ജീവിതമാണ് അവർ നയിച്ചതെന്നും നിശബ്ദയെ അവരൊരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടാവില്ലല്ലോ. ഒരു സമാധാന കമ്മിറ്റിയെ അവർ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ലല്ലോ. ശാന്തമായ ഗാംഭീര്യം തുളുമ്പുന്ന മുഖവുമായിട്ട് തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു പ്രൗഢ ഗാംഭീര്യമുള്ള ഒരു പ്രവർത്തക. അവരുടെ വാക്കുകൾ എന്ന് പറയുന്നത് കുറിക്ക് കൊള്ളുന്നതാണ്. തീർച്ചയായും അത് ട്രംപിനുള്ള മറുപടിയാണ്. അവരുടെ ജീവിതം ഒരു സന്ദേശമാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ അവരുടെ ജീവിതം ട്രംപിനുള്ള സന്ദേശമാണ്. ഇനി ഇത്തരം പരിപാടികൾക്ക് നിന്നാൽ ഇനിയുമുണ്ട് കാലം, ഇനിയുമുണ്ട് സമാധാന പുരസ്കാരത്തിനുള്ള സമ്മാനത്തിനുള്ള സമയം. അടുത്ത ടൈം വരുമ്പോഴേക്കും അല്ലെങ്കിൽ അടുത്ത പ്രസിഡന്റ് ടൈം വരുമ്പോഴേക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് ജയിക്കാനായാൽ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഈ പുരസ്കാരത്തിന് സമയമാകുമ്പോൾ വീണ്ടും എനിക്ക് കഴിഞ്ഞ വർഷം അത് കയ്യിൽ നിന്ന് പോയി, ഇത്തവണ അവാർഡ് കിട്ടും. നമ്മൾ ചില ചലച്ചിത്ര അവാർഡുകൾ പോലെയാ. ഇവിടുന്ന് ചില മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ എനിക്ക് കിട്ടിയില്ല എന്ന് വിലപിക്കുന്ന ചില ആളുകളുണ്ട്. എനിക്ക് അവകാശപ്പെട്ടിരുന്നതാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ചിലരുടെ കുത്തകയായിരുന്നു അത്. അങ്ങനെയല്ലല്ലോ ഇത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കേണ്ടതാണ്. അവരുടെ ജീവിതം തന്നെയാണ് ഈ അവാർഡിനുള്ള മറുപടിയും സന്ദേശവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.